ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏലിയ സ്ലീവ മൂശക്കാലം 3-ാമത്തെ ആഴ്ചയിലാണ്. അതേസമയത്ത് സെപ്റ്റംബർ 8 നമ്മുടെ പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാളുമാണ്. ഈ പിറവി തിരുനാളിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ വചനം ഏത് രീതിയിൽ സ്വന്തം ജീവിതത്തിൽ സ്വീകരിച്ചു എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. മുമ്പ് ഏലിയ സ്ലീവ മൂശക്കാലത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ വചനം പ്രതിനിധാനം ചെയ്യുന്ന ഏലിയായും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പ്രമാണം പ്രതിനിധാനം ചെയ്യുന്ന മോശയും, ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിൽ ഈ രണ്ട് കാര്യങ്ങളും ഏത് രീതിയിൽ ജീവിക്കണമെന്ന് കാണിച്ചു തന്ന ഈശോയുമാണുള്ളതെന്ന്. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ പ്രമാണം ഏത് രീതിയിൽ അനുസരിക്കണം, നമ്മളെ സംബന്ധിച്ച് അത് ഈശോ കാണിച്ചെന്ന വഴിയാണ്. എന്നാൽ അതിനു മുമ്പ് തന്നെ, ഈശോ കാണിച്ചതിന് മുമ്പ് പരിശുദ്ധ അമ്മ കാണിച്ചു തന്നു. അമ്മയുടെ ജീവിതത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. ഏത് രീതിയിലാണ് ഇന്ന് നമ്മൾ അമ്മയെ ഇതുപോലെ ബഹുമാനിക്കാനിടയായത്, അമ്മയോട് പ്രാർത്ഥിക്കാനിടയായത്? അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വചനം അതെന്താണെന്ന് മനസ്സിലാകാത്ത ഒരവസരത്തിൽ പോലും അമ്മ അതിനെ സ്വീകരിച്ച് നടപ്പാക്കി എന്നുള്ളതാണ്. നിൻ്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ, എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല. അല്ലെങ്കിലും 10-14 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ദൈവശാസ്ത്രമൊന്നും ആയിരുന്നില്ല ആ ദൈവദൂതൻ അവളോട് പറഞ്ഞത്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, നിൻ്റെ മേൽ ആവസിക്കുന്ന ഒരു പുത്രനെ പ്രസവിക്കും, ഗർഭം ധരിക്കുമെന്നൊക്കെ പറയുന്നത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയല്ല. ശരിയാണ്, ഇങ്ങനെയൊക്കെ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത്രയധികമൊന്നും ആഴത്തിൽ വചനങ്ങളൊന്നും അമ്മ പഠിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അമ്മയുടെ ഓർമ്മയിലുണ്ടാവണമെന്നില്ല. പക്ഷേ എങ്കിലും ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചേ മതിയാകൂ എന്ന അമ്മയ്ക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദൈവദൂതൻ വന്ന് പറഞ്ഞപ്പോൾ ആദ്യമൊരു ശങ്ക പ്രകടിപ്പിച്ചെങ്കിലും പിന്നീട് അതിനെ പൂർണ്ണമായിട്ട് സ്വീകരിക്കുന്നത്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് 2 വത്തിക്കാൻ സുനദോസ് നമ്മളോട് പറയുന്നത് അമ്മ സഭയുടെ പ്രതിരൂപമാണെന്നാണ്, സഭയുടെ പ്രോട്ടോ ടൈപ്പാണ്. ഇതേ രീതിയിലാണ് ഈ അമ്മ പെരുമാറിയതുപോലെയാണ് സഭ മുന്നോട്ട് പോകേണ്ടത്. സഭയെന്ന് പറയുമ്പോഴാരാണ്? അതിനെ പൗലോസ്ലീഹ പറയുന്നത് കർത്താവിൻ്റെ ഭൗതിക ശരീരത്തിലെ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. കർത്താവിൻ്റെ ഭൗതിക ശരീരം അത് കർത്താവ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ കർത്താവിൻ്റെ ഭൗതിക ശരീരത്തിലെ അവയവങ്ങൾ എന്ന നിലയിൽ ഈ അമ്മ ചെയ്തതുപോലെ തന്നെ ചെയ്യണമെന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ ലോകത്തിന് രക്ഷകനെ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അമ്മയെന്ന് പറ്റില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ദൈവം വേറൊരു വഴി കണ്ടെത്തുമായിരുന്നു, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും ദൈവം നമ്മളെ വിളിക്കുമ്പോൾ, തനിക്ക് വേണ്ടിയിട്ടൊരു വലിയ ദൗത്യ നിർവഹണത്തിന് ക്ഷണിക്കുമ്പോൾ, ആ ക്ഷണത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിലും അത് നമ്മൾ സ്വീകരിച്ച് നടപ്പാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ വലിയ ഒരു അനന്തരഫലമുണ്ടാകും. നമുക്കറിയാം, പരിശുദ്ധ അമ്മ അതങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് കോടാനുകോടികളായ ക്രൈസ്തവരിന്ന് ഈ ലോകത്തിൽ ഉണ്ടാകുന്നത്. അമ്മ അന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇത് ഈ സഭ ഇന്ന് അനുവർത്തിക്കേണ്ട കാര്യമാണ്. ദൈവത്തിൻ്റെ വചനം ഈ സഭയിലെ അംഗങ്ങൾ നമ്മൾ ഓരോരുത്തരും എത്രമാത്രം പിൻചെല്ലുന്നു എന്നുള്ളത്, അതിലെത്രമാത്രം വിശ്വാസം വച്ചു പുലർത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും നമ്മുടെ മൂല്യങ്ങൾ സഭയിൽ നിശ്ചയിക്കപ്പെടുന്നത് സെക്കുലർ മൂല്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. നമ്മളെപ്പോഴും പറയാതെ അത് നീതിക്ക് വിരുദ്ധമാണ്, അല്ലെങ്കിൽ അത് മനുഷ്യാവകാശ ലംഘനമാണ്, ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ നമ്മൾ ഓർക്കണം, ഒരു പാപവും ചെയ്യാതെ, ഒരു തിന്മയും തെറ്റും ചെയ്യാതെ, സകലവിധ അപമാനങ്ങൾ സഹിച്ചുകൊണ്ട് കുരിശിൽ മരിക്കണമെങ്കിൽ അവിടെ ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ മണ്ടത്തരമാണ്, അല്ലെങ്കിൽ അത് മനുഷ്യാവകാശ ലംഘനമാണ്, അത് അനീതിയാണ് തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ഓർക്കണം, ഈ ക്രൈസ്തവ വിശ്വാസത്തെയും ക്രൈസ്തവ മാനദണ്ഡങ്ങളെയും ക്രൈസ്തവ രീതികളെയും അളക്കാനായിട്ട് ഈ ലോകത്തിൻ്റെ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തെറ്റിപ്പോവും. മലയിലെ പ്രസംഗം നിങ്ങൾക്കറിയാം, മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഈ വാക്യങ്ങളിലൂടെ കടന്നു പോയാൽ തീർച്ചയായിട്ടും നമ്മൾ പറയേണ്ടി വരും, ഇത് മനുഷ്യാവകാശ ലംഘനങ്ങളാണ്, ഇത് അനീതിയാണ്, ഇത് അക്രമമാണെന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും. പക്ഷേ
നമുക്കറിയാം ഈ ലോകത്തെ കർത്താവ് രക്ഷിച്ചത് ആ രീതിയിലാണ്. ഈ അവമാനങ്ങളെല്ലാം ഏറ്റുകൊണ്ടാണ്, ഈ അനീതിയെല്ലാം സഹിച്ചുകൊണ്ടാണ്. പൗലോസ്ലീഹ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഈ അനീതി നിങ്ങൾക്കൊന്ന് സഹിച്ചാൽ എന്താണ് കുഴപ്പം? നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ്. ഇതുതന്നെയാണ് പരിശുദ്ധ അമ്മയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത്. അന്നേ അമ്മയെക്കുറിച്ച് അവഖ്യാതി പറയുന്നവരുണ്ടായിരുന്നു. യഹൂദന്മാർ പിന്നീട് അത് പറഞ്ഞു വരുത്തിയിട്ടുമുണ്ട്. പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് എന്താണ്? ഈ ക്രൈസ്തവ ജീവിതം ഇതിങ്ങനെയാണെന്നുള്ളതാണ്. അതായത് എന്നെ ഉപദ്രവിക്കുന്നവനെ തിരിച്ചു ഉപദ്രവിക്കുന്നത് അതൊരു സെക്കുലർ മാനദണ്ഡമാണ്. അവനെ സ്നേഹത്തോടു കൂടിയിട്ട് വീക്ഷിക്കുന്നത്, അതാണ് ക്രൈസ്തവ മാനദണ്ഡം എന്ന് പറയുന്നത്. ഈ അമ്മ ഇതാണ് ചെയ്തു തന്നത്, നമുക്ക് കാണിച്ചു തന്നതാണ്. അമ്മയെക്കുറിച്ച് പറയുമ്പോൾ അമ്മ എന്താണ്? അമലോത്ഭവയാണ്, തിന്മയില്ലാതെ ജനിച്ചവളാണ് എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം എന്താണ്? ഈ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ വചനം ശരിയായ രീതിയിൽ അമ്മ അന്നേ മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ്. തൻ്റെ പുത്രന് മാതാവാകേണ്ടവൾ എനിക്കിതിനു മുമ്പ് തന്നെ വിശുദ്ധിയാക്കി, അല്ലെങ്കിൽ പാപമില്ലാത്തവളാക്കി ദൈവം ജനിപ്പിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് നമുക്ക് ഈ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ അമ്മയുടെ മാതൃക പിൻചെല്ലാനുള്ള വലിയ ദൗത്യവുമുണ്ട്. ഈ 8 നോമ്പിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം അല്ലെങ്കിൽ ചരിത്രം ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും. അത് ഈ കേരളത്തിലേക്ക് ആക്രമണകാരികളായി വന്ന ചില രാജാക്കന്മാരുടെ പട്ടാളക്കാരുടെ അവരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ അമ്മ പെങ്ങന്മാർ പള്ളിയിൽ പോയി, ദൈവാലയത്തിൽ പോയി തപസ് ചെയ്തതിൻ്റെ ഓർമ്മയാണത്. നമുക്കറിയാം, ദുരന്തം വരുമ്പോൾ നമ്മളെവിടെയാണ് അഭയം പ്രാപിക്കേണ്ടത്? ആ ദൈവത്തിലാണ്. വേണമെങ്കിൽ അവരെയൊക്കെ ഓടിച്ചിട്ട് കൊല്ലുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ അതിലുപരി അവർ ദൈവത്തിൽ അഭയം തേടുകയാണ് ചെയ്തത്. നമുക്ക് പലപ്പോഴും അത് വിശ്വസിക്കാനായിട്ട് കഴിയാത്ത ഒരു വസ്തുതയാണ്. അവരങ്ങനെ അഭയം തേടി പിന്നീട് ആ പട്ടാളക്കാർ, രാജാവൊക്കെ തിരിച്ചവരുടെ നാടുകളിലേക്ക് പോവുകയാണ് ചെയ്തത്. അവിടെ സാന്ദർഭികമായിട്ടുള്ള യാദൃച്ഛികമായിട്ടുള്ള ചില കാരണങ്ങൾ അവർ തിരിച്ചു പോകാനുണ്ടായിരുന്നു. ചിലപ്പോൾ അതൊരു രോഗമായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തിക പ്രയാസമായിരിക്കാം, എന്തെങ്കിലും ആവട്ടെ. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണത്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ദൈവം തന്നെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കും. അത് ഈ ലോകത്തിലുള്ള ചില പ്രതിഭാസങ്ങളിലൂടെയാണ്. നമുക്കറിയാം, ഈ ഇസ്രായേൽ ചെങ്കടൽ കടന്നപ്പോൾ അതൊരു പക്ഷേ ഒരു പ്രകൃതിയുടെ പ്രത്യേകത കൊണ്ട് അവർക്ക് കടക്കാൻ പറ്റിയതാകാം. പക്ഷേ നമ്മളെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് ആ ദൈവത്തിൻ്റെ ഇടപെടലാണ്. ഈ ഭൂമിയിൽ ഈ ലോകത്തിൻ്റെ നിയമങ്ങളിലൂടെ തന്നെയാണ് ദൈവം നമ്മൾക്ക് അത്ഭുതങ്ങൾ പ്രകടിപ്പിച്ച് നമ്മളെയൊക്കെ രക്ഷിക്കുന്നത്. ഈ അമ്മയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ അതൊക്കെയാണ് ചിന്തിക്കേണ്ടത്. അതുമാത്രമല്ല, പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം നിങ്ങൾ നിരന്തരമായിട്ട് കേട്ടിട്ടുണ്ടാവും. ലൂക്കായുടെ സുവിശേഷത്തിൽ അതുണ്ട്, നമ്മളത് വായിക്കുന്നുണ്ട്. എപ്പോഴാണ് സ്തോത്രഗീതം അമ്മ പാടുന്നതെന്ന് ചിന്തിച്ച് നോക്കുക. നമുക്കറിയാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്കൊരു അവാർഡ് കിട്ടുമ്പോൾ ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് തോന്നാറില്ല. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം എടുത്ത് നോക്കുക, എല്ലാ അവസരത്തിലും ദൈവത്തിൻ്റെ കൃപ ലഭിക്കുമ്പോൾ ഇസ്രായേൽക്കാർ, അത് വ്യക്തികളായാലും സമൂഹമായാലും, അവരെപ്പോഴും ദൈവത്തെ സ്തുതിച്ച് പാടുന്നുണ്ട്. ഈ ഒരു മനോഭാവം നമുക്ക് ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. നമ്മൾ ദുരിതങ്ങളിൽ, ദുഃഖങ്ങളിൽ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, ദൈവത്തെ സ്തുതിക്കാൻ കൂടി കഴിയണം. ഏതൊരവസ്ഥാവിശേഷത്തിലും അവിടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ മുഖം കണ്ടെത്തുന്നത്, പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മൾ ഈ 8 നോമ്പിൻ്റെ സമാപന വേളയിൽ പരിശുദ്ധ അമ്മയുടെ ആ ജനന തിരുനാളൊക്കെ ആചരിക്കുമ്പോൾ ഓർക്കേണ്ട വസ്തുത ഇതാണ്: നമ്മൾ ഈ അമ്മയെപ്പോലെ ലോകത്തിന് രക്ഷകനെ കൊടുക്കുന്നവരാകണം. ഈ ലോകത്തിന് ഒരു രക്ഷ കൊടുക്കുന്ന സമൂഹമായി നമ്മൾ ഓരോരുത്തരും മാറണം. നമ്മളൊരുപാട് സ്കൂൾ വെച്ചു, അല്ലെങ്കിൽ ആതുരാലയങ്ങൾ, ആശുപത്രികൾ വെച്ച്, ഡിസ്പെൻസറികൾ വെച്ച്, മറ്റൊരുപാട് സ്ഥാപനങ്ങൾ നടത്തിയതിന് വേണ്ടിയിട്ടാണ്, ഈ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. നമുക്ക് പലപ്പോഴും തോന്നും, ഇത് നമ്മുടെ ആശുപത്രികളൊന്നും പിടിച്ചു നിൽക്കുന്നില്ല, മറ്റുള്ളവർ കമ്പീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മത്സരിക്കാൻ പറ്റുന്നില്ല. നമ്മൾ മത്സരിക്കാൻ വേണ്ടിയിട്ടല്ല, ഈ ലോകത്തിന് രക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ ഈ ലോകത്തിൽ രക്ഷ കൊടുക്കാനായിട്ട് മറ്റുള്ളവർ ധാരാളം ഉണ്ടെങ്കിൽ നമ്മൾ മറ്റ് മേഖലകളിലേക്ക് പോകണമെന്നുള്ളതാണ്. നമ്മൾ അതിൽ തന്നെ പിടിച്ചു നിൽക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഈ ലോകത്തിന് എവിടെയാണ് രക്ഷ ആവശ്യമുള്ളത്, അവിടെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമുക്കറിയാം, പല സന്യാസ സമൂഹങ്ങളും സ്ഥാപിതമായിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? അന്നത്തെ ആ സ്ഥാപിതമായ കാലഘട്ടത്തിലെ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കുമൊക്കെ വേണ്ടിയിട്ട് സ്ഥാപിച്ചവയുണ്ട്. അവരൊക്കെ അവഗണിക്കപ്പെട്ട സമൂഹമായിരുന്നു അന്ന്. അപ്പോൾ അന്ന് അങ്ങനെ ആയിരുന്നു, പക്ഷെ ഇന്ന് അങ്ങനെ ആകണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇന്നത്തെ സമൂഹത്തിന് എന്താണ് ആവശ്യം, ആ രീതിയിലേക്ക് അതിന് മാറാൻ കഴിയുക എന്നുള്ളതാണ്. ഈ ആരോഗ്യം എന്ന് പറയുന്നത്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്തമായതാണ്. ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള വിദ്യാഭ്യാസവും ആരോഗ്യം കൊടുക്കാനായിട്ട് കഴിയുക. അതുപോലെ മൂല്യച്യുതി, നമുക്കറിയാം ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ടെന്നുള്ളത് മൂല്യച്യുതിയാണ്, മനുഷ്യൻ്റെ ധാർമ്മികമായിട്ടുള്ള അധപ്പതനം. ഈ ധാർമ്മികത കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ ഇതെല്ലാം നമ്മൾ
ഈ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് കണ്ടുപഠിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്കറിയാം അമ്മ എങ്ങോട്ടാണ് ആദ്യം തന്നെ പോയത്? താൻ ഗർഭിണിയാകുന്നു എന്നറിഞ്ഞപ്പോൾ തൻ്റെ ചാർച്ചക്കാരി എലിസബത്തിൻ്റെ അടുത്തേക്കാണ് പോയത്. അമ്മയെ പോയി അവിടെ 3 മാസം ശുശ്രൂഷിച്ച ശേഷമാണ് തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് വരുന്നത്. ഇതെന്താ സൂചിപ്പിക്കുന്നത്? ദൈവം തന്നോടുകൂടെ ആയി കഴിയുമ്പോൾ, തന്നിലേക്ക് വന്നു കഴിയുമ്പോൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനുള്ള ആ ഒരു ഔത്സുക്യം തനിയേ വരുമെന്നുള്ളതാണ്. നമുക്കതിന് ഔത്സുക്യം ഉണ്ടാകുന്നില്ലെങ്കിൽ അതിനർത്ഥം മറ്റൊന്നുമല്ല, നമ്മൾ ദൈവം അതുപോലെ വസിക്കാൻ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഇന്നത്തെ സുവിശേഷം മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 32 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിലാണ്. അവിടെ നമ്മൾ ജാഗരൂകരായിരിക്കേണ്ട ആവശ്യതയെക്കുറിച്ചാണ്. അതായത് കർത്താവിൻ്റെ ദിനം, കർത്താവ് എന്നാണ് വരുന്നത് നമുക്കറിഞ്ഞുകൂടാ. അവൻ കള്ളനെ പോലെ വരും, അതുകൊണ്ട് നമ്മൾ കാത്തിരിക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ എങ്ങനെയാണ് കാത്തിരിക്കേണ്ടത്? അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ, അതിൻ്റെ കൊമ്പുകൾ ഇളതാവുകയും തളിർക്കുകയും ചെയ്യുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കുന്നു. അതുപോലെ ഇതെല്ലാം കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽക്കലെത്തിയിരിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവിൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതെല്ലാം സംഭവിക്കുന്നതുവരെ ഈ തലമുറ കടന്നു പോവുകയില്ല. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. ആ ദിവസത്തെക്കുറിച്ച്, മണിക്കൂറിനെക്കുറിച്ച് പിതാവിനല്ലാതെ മറ്റാർക്കും, സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രന് പോലും അറിഞ്ഞുകൂടാ. ഇത് നമ്മളോട് മറ്റു ചില മതസ്ഥർ കണ്ടില്ലേ, നിങ്ങളുടെ ക്രിസ്തു രക്ഷകനാണെങ്കിൽ, ദൈവമാണെങ്കിൽ എങ്ങനെ ഇത് പറയാൻ കഴിയുമോ? പുത്രന് പോലും അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് എന്താണ്? ഒരു മനുഷ്യൻ എന്ന നിലയിൽ പുത്രൻ അറിഞ്ഞുകൂടാ എന്നാണ് ഈ പറയുന്നത്, അല്ലാതെ ദൈവം എന്ന നിലയിൽ അറിയത്തില്ല എന്നല്ല. അതുകൊണ്ട് ഈശോയ്ക്ക് ഇതെല്ലാം അറിയാം. എപ്പോഴാണ് മനുഷ്യപുത്രൻ രണ്ടാമത് വരുന്നത് എന്നുള്ള കാര്യം അത് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ആ കോണ്ടക്സ്റ്റിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണത്? എനിക്കറിയത്തില്ലെന്നല്ല പറഞ്ഞത്, നേരെ മറിച്ച് ഞാൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ അത് എനിക്കറിയാൻ കഴിയില്ല. ഇതാണ് പറഞ്ഞു വരുന്നത്. ഏതായാലും നമ്മൾ എപ്പോഴും ജാഗരൂകരായിരിക്കണം എന്നുള്ളതാണ്. കർത്താവിൻ്റെ വരവിന് എന്താ ഈ കർത്താവിൻ്റെ വരവ് എന്നൊക്കെ പറയുമ്പോൾ രണ്ടാമത്തെ വരവാണോ? രണ്ടാമത്തെ വരവ് പലരും നമ്മൾ കാണുകയില്ല. കാരണം നമ്മളതിന് മുമ്പേ തന്നെ മരിച്ചു പോകുമല്ലോ. എത്രയോ തലമുറകൾ കടന്നുപോയി. അപ്പം പിന്നെ എന്തിനെക്കുറിച്ചായി പറയുന്നത്? നമുക്കറിയാം ഈ കർത്താവ് സുവിശേഷത്തിൽ പറയുന്ന പല കാര്യങ്ങളും അവിടെ ഈ ഇസ്രായേലിന് വന്ന് ഭവിക്കാൻ പോകുന്ന ദുഃഖദുരിതങ്ങളെക്കുറിച്ചും നാശങ്ങളെക്കുറിച്ചുമാണ്. റോമാക്കാർ വന്ന് അവരെ കീഴ്പ്പെടുത്തുന്നതിനെക്കുറിച്ചാണ്. പക്ഷെ പിന്നീട് അതിലൂടെ വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ കാണുന്ന അവിടുത്തെ ശിഷ്യന്മാർ എങ്ങനെയാണ് കാണുന്നത്? കർത്താവിൻ്റെ വരവിനെക്കുറിച്ചാണ് പറഞ്ഞതാണ് അവർ മനസ്സിലാക്കുന്നത്. കർത്താവിൻ്റെ വരവിൽ ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. അന്ന് റോമാക്കാർ വന്ന് അവരെ കീഴ്പ്പെടുത്തിയതുപോലെ തന്നെ ഓർക്കാപ്പുറത്ത് കർത്താവ് നമ്മൾ ഒരുങ്ങിയിരിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അർത്ഥം മറ്റൊന്നുമല്ല, ഏത് നിമിഷവും നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവിന് കടന്നു വരാൻ കഴിയുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകണമെന്നുള്ളതാണ്. നമുക്കറിയാം എപ്പോഴും നമ്മുടെ വീട് അടിച്ചു വാരി എല്ലാം വൃത്തിയായിട്ടിടണമെന്നർത്ഥം. ഒരതിഥി വീട്ടിലേക്ക് വരുമ്പോൾ മാത്രമല്ല, ഏത് സമയത്ത് നമ്മൾ ആ അതിഥിയെ സ്വീകരിക്കാൻ തക്ക രീതിയിൽ വൃത്തിയും വെടുപ്പുമുള്ള ഒരു വീടിൻ്റെ ഉടമയായിരിക്കണം, മനസ്സിൻ്റെ ഉടമയായിരിക്കണമെന്നർത്ഥം. പരിശുദ്ധ അമ്മയെപ്പോലെ കർത്താവിൻ്റെ വചനങ്ങൾ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കാൻ നമുക്കും കഴിയട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആഘോഷിക്കുന്ന അമ്മയുടെ ഈ ജനന തിരുനാളിന് നമ്മുടെ ജീവിതത്തിലും അർത്ഥമുണ്ടാകും. അമ്മയുടെ മാധ്യസ്ഥം നമുക്കുണ്ടാവട്ടെ. അമ്മയുടെ മാതൃക നമുക്കെന്നും ഉത്തേജനം നൽകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.